5 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. പതിവാക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാത്ത 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തില് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന 5 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് 5 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതിന്റെ ശ്രേഷ്ഠത നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുകയില്ല. പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നുള്ളത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഖൈറും മിനദ് ദുനിയ, ദുനിയാവിനേക്കാൾ അത് നിനക്ക് ഖൈറാണ്, വമാ ഫീഹ, ആ ദുനിയാവിൽ നിന്ന് എന്തെല്ലാം നിനക്ക് ലഭിക്കുമോ അതിനേക്കാൾ ഏറ്റവും ഖൈറായതാണ് സുബ്ഹിയുടെ 2 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ ജമീഅ, ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും, ദുനിയാവിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം, മഹത്വം എത്രമാത്രമാണ് എന്ന് നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നാം അതിനെ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഏത് സമയത്തും അസുഖമാണ്. അവരിൽ നിന്ന് അസുഖം ഒഴിഞ്ഞു മാറുന്ന ഒരു സമയമില്ല. ഹോസ്പിറ്റലിലേക്ക് പോകാൻ മാത്രമാണ് നമുക്ക് നേരമുള്ളത് എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ചെയ്യേണ്ടത്, രാവിലെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ, കുട്ടികൾ കുടിക്കുന്ന വെള്ളം ഏതാണോ, ആ വെള്ളത്തിലേക്ക് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഹഫീള് യാ അള്ളാഹ്, സംരക്ഷണം നൽകുന്നവൻ എന്നർത്ഥം വരുന്ന ആ ഇസ്മിനെ 11 തവണ ചൊല്ലിയിട്ട് കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. അവരുടെ അസുഖത്തിനേക്ക് നല്ല മാറ്റം ലഭിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞത് കാണാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. വളരെ ഓതാൻ എളുപ്പമുള്ള ചെറിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, അന്ന റജുലൻ, മുത്തുനബി പറയാണ്, അന്ന റജുലൻ ശഖാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ആവലാതി ബോധിപ്പിച്ചു. എന്താണ് അദ്ദേഹം പറയുന്ന പരാതി എന്നല്ലേ? മിനൽ ഫഖർ, ദാരിദ്ര്യത്തെ കുറിച്ചാണ് മുത്തുനബിയോട് അദ്ദേഹം വന്ന് പരാതി പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ദരിദ്രത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്, ദരിദ്രനാണ്, അതിൽ നിന്ന് മോചനം ലഭിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണം എന്ന് മുത്തുനബിയോട് ആ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞപ്പോ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഇദാ ദഖൽത മൻസിലക ഫഖറ സൂറത്തുൽ ഇഖ്ലാസ്, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ് നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്ത് നീ ചൊല്ലുക. അങ്ങനെ ചൊല്ലി ആ മനുഷ്യൻ അങ്ങനെ അതിനെ ചെയ്തു. ഫഫഅല ദാലിക, അങ്ങനെ ആ മനുഷ്യൻ അതിനെ ചെയ്യുകയും വവസ്സഅല്ലാഹു അലൈഹി റിസ്ഖ, അല്ലാഹു തആല ആ മനുഷ്യനിക്ക് ധാരാളം റിസ്ഖിനെ നൽകുകയും ചെയ്തു. സമ്പത്തിനെയും അദ്ദേഹത്തിനേക്ക് വേണ്ട ഐശ്വര്യത്തിന് അല്ലാഹു തആല ആ മനുഷ്യനിക്ക് നൽകിയെന്ന് ഹദീസിൽ കാണാൻ കഴിയും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസ് തന്നെയാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ്, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു, ഫി മർളിഹി, രോഗിയായി കിടക്കുന്ന സമയത്ത്, ഒരാൾ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ആ രോഗത്തിൽ നിന്ന് അവൻ മോചനം ലഭിക്കുമെന്നൊന്നും പ്രതീക്ഷയില്ലാതെ അവൻ ഇങ്ങനെ ആ രോഗത്തിലായി ഇങ്ങനെ നിത്യരോഗിയായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ആ രോഗിയായി കിടക്കുന്ന ആ മനുഷ്യൻ അവൻ
സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു. അല്ലദീ യമൂതു, ആ മനുഷ്യൻ ആ രോഗം ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ മരണപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഫീഹി ലം യുത്ന ഫീ ഖബരി, അവന്റെ ഖബറിൽ അവനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഖബറിലേക്ക് അങ്ങ് എത്തുന്ന സമയത്ത് ഖബർ നമ്മെ ഒന്ന് കൂട്ടിപ്പിടിക്കും. രണ്ട് ഭാര്യല്ലുകൾ കോർക്കുന്ന വിധം, അവന്റെ രണ്ട് ഭാര്യല്ലുകൾ ഇങ്ങനെ കോർക്കുന്ന വിധം ആ ഖബർ നമ്മെ ഒന്ന് കൂട്ടിപ്പിടിക്കുമെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കും. ആ ഖബറിന്റെ കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന്, ആ ഖബറിന്റെ ആലിംഗനത്തിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കുമെന്ന് മുത്തനബി പഠിപ്പിച്ചത് കാണാം. മാത്രവുമല്ല ഖബറിലെ ബുദ്ധിമുട്ടിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അവനിക്ക് നിർഭയത്വം ലഭിക്കും. മലക്കുകൾ ആ മനുഷ്യനെ ഖബറിൽ നിന്ന് പുനർജന്മം നൽകുന്ന സമയത്ത് ആ മനുഷ്യനെ മലക്കുകൾ അവരുടെ ജറകിന്റെ മുകളിലായിക്കൊണ്ട് വഹിച്ചുകൊണ്ട് ആ മലക്കുകൾ അവനെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അത്താ യജൂസു ബിഹി സിറാത്തുൻ ഇലൽ ജന്ന, സിറാത്ത് പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ ആ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. എത്രമാത്രം വലിയ പ്രതിഫലമാണല്ലേ സൂറത്തുൽ ഇഖ്ലാസ്. രോഗിയായി കിടക്കുന്ന സമയത്ത് പാരായണം ചെയ്താലുള്ള വളരെ മഹത്തായ പ്രതിഫലമാണ് ഈ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. നാം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒന്നാണ്, പടച്ച റബ്ബേ എനിക്ക് നിസ്കരിക്കാനുള്ള ആരോഗ്യവും തൗഫീഖും നിലനിർത്തി തരണേ, എൻ്റെ ആരോഗ്യം നീ നിലനിർത്തി തരണേ, ദീർഘായുസോടുകൂടിയുള്ള ആരോഗ്യമുള്ള ജീവിതം എനിക്ക് തരണേ എന്ന്. ഒരുപാട് ദീർഘായുസ് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, ആ ആയുസ് കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം, അതിനുള്ള ആരോഗ്യം നമുക്ക് വേണം. അപ്പോൾ നാം അള്ളാഹുവിനോട് ദീർഘായുസ് ചോദിക്കുന്നതോടൊപ്പം ആരോഗ്യത്തിനെയും കൂടി ചോദിക്കണം. അതുപോലെ തന്നെ തൗഫീഖിനെ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യാൻ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന തൗഫീഖ് ലഭിക്കാൻ വേണ്ടിയും നാം അള്ളാഹുവിനോട് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാമ്പത്തികമായിരിക്കുന്ന നേട്ടം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നാം. സാമ്പത്തികമായിരിക്കുന്ന നേട്ടം ലഭിക്കാൻ മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും. എല്ലാ വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും അവിടെ തന്നെ ഇരുന്നു കൊണ്ട് 7 തവണ വല്ലുഹ സൂറത്ത് അവൻ പാരായണം ചെയ്യുക. സൂറത്തുൽ ളുഹ, വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന് പറയുന്ന സൂറത്തുൽ ളുഹ അവൻ പാരായണം ചെയ്താൽ അവനിക്ക് സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യം, ദാരിദ്ര്യം നീങ്ങി അഭിവൃദ്ധി ലഭിക്കാനും നമുക്ക് സമ്പത്ത് ലഭിക്കാനും നമുക്ക് മരണാനന്തരമുള്ള ഖബറിലെ ജീവിതത്തിനും അപ്പുറത്തേക്ക് നമ്മളെ സിറാത്ത് പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കാനും നമ്മുടെ മക്കൾക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തിയത്. ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മയൊക്കെ അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.